ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് KCET എക്സാം എന്ന് പറയുന്ന നഴ്സിംഗിൻ്റെ എൻട്രൻസ് എക്സാമിന് 2024-2023 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അഥവാ ജെനറ്റിക്സ് 2 സുവോളജി +2 സുവോളജിയിലെ ഒരു ചാപ്റ്ററാണെന്ത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക, നോക്കിക്കോളൂ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് 2024 എക്സാമിന് ചോദിച്ചിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 2024 എക്സാമിന് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫോളോയിങ് റെപ്രസെൻറ്റേഷൻസ് P, Q and R denote few steps of Griffith experiment. Identify the correct ones. ഏതൊക്കെയാണ് കറക്റ്റ് വൺ എന്നുള്ളത്. ഓക്കെ, അതായത് P, Q, R എന്ന് പറഞ്ഞാൽ പിന്നെ 3 റെപ്രസെൻറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് വൺ എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ P കൊടുത്തിട്ടുള്ളത് R strain inject into mice. ഓക്കെ, മൈസ് ഡൈ. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ ഇത് ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയണ്ടാവും അവിടെ ഗ്രിഫിത്ത് ഉപയോഗിച്ച എക്സ്പെരിമെൻ്റൽ മെറ്റീരിയലിൻ്റെ പേരാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് വിളിക്കും. ഓക്കെ, ആ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയക്ക് 2 സ്ട്രെയിനുകളുണ്ട്. R സ്ട്രെയിൻ ഉണ്ട്, S സ്ട്രെയിൻ ഉണ്ട്. അതിൽ S സ്ട്രെയിൻ ആണ് അപകടകാരി. S സ്ട്രെയിൻ വിറുലൻ്റ് ആണ്. S സ്ട്രെയിൻ മൈസിലേക്ക് കുത്തിവെച്ചാൽ മൈസ് ചത്തുപോകും. ഓക്കെ, പക്ഷേ R സ്ട്രെയിൻ വിറുലൻ്റ് അല്ല, വിറുലൻ്റ് ആണ്. R സ്ട്രെയിൻ കുത്തിവെച്ചാൽ മൈസിനൊന്നും സംഭവിക്കില്ല. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് R സ്ട്രെയിൻ കുത്തിവെച്ചാൽ മൈസ് ഡൈ എന്നാ. ഓക്കെ, അപ്പോൾ ആ സംഭവം എന്താണ്, തെറ്റാണ്. ഓക്കെ, പിന്നെ ക്യൂല് കൊടുത്തിട്ടുള്ളത് ഹീറ്റ് കിൽഡ് S സ്ട്രെയിൻ ആണ്. അതായത് ചൂടാക്കിയ S സ്ട്രെയിൻ കുത്തിവെച്ചാൽ മൈസ് ഡൈ എന്നാണ് കൊടുത്തിട്ടുള്ളത്. മൈസ് ഡൈ. ഓക്കെ, ഹീറ്റ് കിൽഡ് S സ്ട്രെയിൻ നിങ്ങൾക്കറിയാം, S സ്ട്രെയിൻ മാത്രം കുത്തിവെച്ചാൽ മൈസ് എന്ത് ചെയ്യും, ചത്തുപോകും. പക്ഷേ ഹീറ്റ് കിൽഡ് S സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ S സ്ട്രെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂടാക്കുന്നു. അങ്ങനെ ചൂടാക്കിയിട്ട് നമ്മൾ സ്ട്രെപ്റ്റോകോക്കസ് മൈസിലേക്ക് കുത്തിവെച്ചാൽ മൈസിന് എന്ത് ചെയ്യില്ല, ഒന്നും സംഭവിക്കില്ല, മൈസ് ലിവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം എന്താണ്, തെറ്റാണ്. പിന്നെ ആറായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്, R strain inject into mice. R strain inject into mice. R strain inject ചെയ്താൽ മൈസ് ലിവ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. R strain inject ചെയ്ത് കഴിഞ്ഞാൽ മൈസിന് എന്ത് ചെയ്യില്ല, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല, മൈസ് എന്ത് ചെയ്യും, ജീവിക്കും. അപ്പോൾ അതുകൊണ്ട് Pയും Qയും തെറ്റാണ്, R മാത്രമാണ് കറക്റ്റ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ B, R only എന്ന് പറഞ്ഞിട്ടാണ് ഓപ്ഷൻ വരിക. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ഇൻ tRNA the region that binds with mRNA is. ഓക്കെ, ഒരു mRNA നിങ്ങൾക്ക് അറിയാലോ, ഒരു mRNA നമ്മളിങ്ങനെ വരക്കും. ആ mRNAയിലേക്ക് വന്നാണ് ആര് ബൈൻഡ് ചെയ്യുന്നു, ഒരു tRNA ഇങ്ങനെ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, ഒരു tRNA ഇങ്ങനെ വന്നിട്ട് ബൈൻഡ് ചെയ്യും ആ mRNAയിലേക്ക്. ഇതാണ് mRNA. ഈ ബൈൻഡ് ചെയ്യാൻ നിൽക്കുന്നതാണ് ആര്, tRNA എന്ന് പറയുന്നത്. മെസ്സഞ്ചർ RNA, ട്രാൻസ്ഫർ RNA എന്നൊക്കെ വിളിക്കും. ഓക്കെ, അപ്പോൾ tRNAൻ്റെ ഏത് ഭാഗമാണ് വന്നിട്ട് എന്ത് ചെയ്യുക, ബൈൻഡ് ചെയ്യാന്നാണ് ചോദ്യം. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. ആൻറ്റികോഡോൺ ലൂപ്പ് ഓഫ് tRNA, അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻഡ് ഓഫ് tRNA, അമിനോ അസൈൽ സിന്തറ്റൈസ് ലൂപ്പ് ഓഫ് tRNA, റൈബോസോമൽ ബൈൻഡിങ് ലൂപ്പ് ഓഫ് tRNA. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ ഒരു tRNAയിൽ 2 പാർട്ട് ഉണ്ട്. ഈ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ആൻറ്റികോഡോൺ ലൂപ്പ്. എന്താണ് ഈ പാർട്ടിനെ വിളിക്കുക, ആൻറ്റികോഡോൺ ലൂപ്പ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചോളി, ഇവിടെ AUG എന്ന് പറയുന്ന കോഡോൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കും, UAC. അപ്പോൾ ഇത് നമുക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ AUGക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡ് ഉണ്ടാവും, അതിൻ്റെ പേരാണ് മെഥിയോണിൻ. ഈ അമിനോ ആസിഡ് വന്നിട്ട് ബൈൻഡ് ചെയ്യുന്ന എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻഡ് എന്ന് പേരിട്ടിട്ടാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഒരു tRNAക്ക് മൊത്തം 2 റീജൻസ് ഉണ്ട്. ആൻറ്റികോഡോൺ ലൂപ്പും ഉണ്ട്, അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ആൻറ്റികോഡോൺ ലൂപ്പാണ് എന്ത് ചെയ്യുക, വന്നിട്ട് ബൈൻഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ tRNAയിൽ mRNAയുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന റീജിയൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റികോഡോൺ ലൂപ്പ് ഓഫ് tRNA ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ A ആണ്, ആൻറ്റികോഡോൺ ലൂപ്പ് ഓഫ് tRNA. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ mRNA ഹാസ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. ഓക്കെ, ഒരു mRNA നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നോക്കുങ്ങൾ, mRNA നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ 5' എൻഡ് ആണ്, ഇത് അതിൻ്റെ 3' എൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ ഉണ്ട്, അതെവിടേക്കാണ് കാണപ്പെടുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഇപ്പോൾ ഞാനൊരു mRNAൻ്റെ സീക്വൻസ് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ C എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ഇവിടെ AUG ഉണ്ട്. നിങ്ങൾക്കറിയാലോ AUG ആണ് ഇനീഷ്യേറ്റർ കോഡോൺ എന്ന് പറയുന്നത്. ഓക്കെ, AUG ഉണ്ട്, പിന്നെ ഇങ്ങനെ പോവാണ്, ഇവിടെ ഇങ്ങനെ GAG ഉണ്ട്, GUG ഉണ്ട്, പിന്നെ ഞാനിവിടെ ഇങ്ങനെ ഇത് UGA. ഓക്കെ, പിന്നെ CG AC എന്നൊക്കെ പറയുന്നതാണ് കുറച്ച് സീക്വൻസ് ഉണ്ട്.
ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാലോ ഇതാണ് നമ്മളൊരു mRNA സീക്വൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പോൾ ഇതിൽ ട്രാൻസ്ലേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു TRN എപ്പോഴും ട്രാൻസ്ലേഷൻ നടത്തുന്ന സമയത്ത് ആദ്യമായിട്ട് വായിക്കുക AUG ആണ്. എന്ന് പറഞ്ഞാൽ mRNA സ്റ്റാർട്ടിങ് എവിടെയാണെന്നുണ്ടെങ്കിൽ പോലും ഇവിടുന്ന് വെച്ചിട്ടേ ഈ പറയുന്ന ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം AUG നമ്മൾ സ്റ്റാർട്ട് കോഡോൺ അല്ലെങ്കിൽ ഇനീഷ്യേറ്റർ കോഡോൺ എന്നൊക്കെ വിളിക്കുക. ഓക്കെ, അപ്പോൾ AUG റീഡ് ചെയ്യും, GAG റീഡ് ചെയ്യും, GUG റീഡ് ചെയ്യും, പിന്നെ ഇത് വരുന്നതാണ് ആര്, UGA. ഓക്കെ, നിങ്ങൾക്കറിയാം 3 സ്റ്റോപ്പ് കോഡോൺസ് ഉണ്ട്. ഓക്കെ, സ്റ്റോപ്പ് കോഡോൺസ് 3 ഉണ്ട്. ഏതൊക്കെയാണ് ആ 3 സ്റ്റോപ്പ് കോഡോൺസ്? UAA, UAG, UGA. ഓക്കെ, ഉവാഗ് ഉഗ എന്നൊക്കെ പറയും. ഓക്കെ, 3 സ്റ്റോപ്പ് കോഡോൺസ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു സ്റ്റോപ്പ് കോഡോൺ വന്നു. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാർട്ട് കോഡോൺ മുതൽ സ്റ്റോപ്പ് കോഡോൺ വരെയുള്ള ഈ ഭാഗത്തിനാണ് നമ്മൾ ട്രാൻസ്ലേഷൻ യൂണിറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, എന്ത് പേരിട്ടിട്ടാണ് വിളിക്കുക? ട്രാൻസ്ലേഷൻ യൂണിറ്റ്. ഓക്കെ, നിങ്ങൾ നോക്കൂ, ഈ സ്റ്റാർട്ട് കോഡോണിന് മുന്നേ ഉള്ള ഈ ഒരു ഭാഗം, അതേപോലെ തന്നെ സ്റ്റോപ്പ് കോഡോണിന് ശേഷമുള്ള ഈ ഒരു ഭാഗം, ഈ 2 ഭാഗത്തിനെയും കൂടി കൂട്ടി നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? UTR. അഥവാ UTRന്റെ ഫുൾ ഫോം ആണെന്ത്? അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. എന്താണ് ഫുൾ ഫോം? അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ദ mRNA ആസ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ എവിടെയൊക്കെ കാണപ്പെടും? അറ്റ് ബോത്ത് 3' ആൻഡ് 5'. ഓക്കെ, 3' ഉണ്ട് 5' ഉണ്ട്. എവിടെ? ബിയോണ്ട് ടെർമിനേറ്റർ കോഡോൺ. ടെർമിനേറ്റർ കോഡോൺ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് കോഡോണാണ്. സ്റ്റോപ്പ് കോഡോണിന് ശേഷം ആൻഡ് ബിഫോർ AUG റെസ്പെക്റ്റീവ്ലി. ഓക്കെ, AUGക്ക് മുന്നേയും എന്തുണ്ട്? ഈ പറയുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന UTRകൾ എവിടെയൊക്കെ കാണപ്പെടാൻ ചോദിച്ചാൽ സ്റ്റാർട്ട് കോഡോണിന് മുന്നേ ഉണ്ട്, സ്റ്റോപ്പ് കോഡോണിന് ശേഷമുണ്ട്. ഓപ്ഷൻ വരിക ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ സി ആണ് കേട്ടോ. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ സ്ട്രക്ചറൽ ജീൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇൻ സ്ട്രക്ചറൽ ജീൻ ദ ടെംപ്ലേറ്റ് DNA സ്ട്രാൻഡ് ഹാസ് ന്യൂക്ലിയോടൈഡ് സീക്വൻസസ്. ഒരു സ്ട്രക്ചറൽ ജീനിൽ ടെംപ്ലേറ്റ് DNAക്ക് ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ആയിട്ട് എന്തൊക്കെയുണ്ട്? 3' ATG, ATGC, 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 വീണ്ടും ATGC, 5'. ഇതാണ് ഒരു ടെംപ്ലേറ്റ് DNAന്റെ സ്ട്രാൻഡ്. ഫൈൻഡ് ദ കറക്റ്റ് ആൻഡ് കോംപ്ലിമെന്ററി ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഓൺ കോഡിംഗ് സ്ട്രാൻഡ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഇതൊരു ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആളാണ് ആര്? ഒരു കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടെംപ്ലേറ്റിന് നേരെ കോംപ്ലിമെന്ററി. അപ്പോൾ നിങ്ങൾ നോക്കൂ, ടെംപ്ലേറ്റിൽ 3' ആണെന്നുണ്ടെങ്കിൽ കോഡിങ്ങിൽ എന്തേക്കണം? 5' ആയിക്കണം. ഓക്കെ, എന്നിട്ട് അവിടെ അഡിനിൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തൈമിന, അവിടെ തൈമിൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അഡിനിന. കാരണം കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആൾക്കാരാണ്. അഡിനിനോട് കോംപ്ലിമെന്ററി ആണ് തൈമിൻ, തൈമിനോട് കോംപ്ലിമെന്ററി ആണ് അഡിനിൻ. പിന്നെ അവിടെ ഗുവാനിൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സൈറ്റോസിന, അവിടെ സൈറ്റോസിൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗുവാനിന. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ATGC എന്ന് പറഞ്ഞാൽ പോവാം. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എന്തേക്കണം? TACG അങ്ങനെ ഒരു 4 TACG ചെയ്താൽ എന്നിട്ട് അവിടെ ലാസ്റ്റ് 5' ആണ്. അപ്പോൾ അവിടെ ലാസ്റ്റ് എന്ത് വരണം? 3' വരണം. ഓക്കെ, ഇതായിരിക്കും അതിൻ്റെ ഒരു ഓപ്ഷൻ വരിക. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2024 എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 2023 എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2023 എക്സാമിന് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 2023 എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് 4 ക്വസ്റ്റ്യൻസ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ലാക്കോപ്പറോൺ മോഡൽ വാസ് ഇലൂസിഡേറ്റഡ് ബൈ. ലാക്കോപ്പറോൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓപ്പറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലസ്റ്റർ ഓഫ് ജീൻസ് ആണ്, ഒരു കൂട്ടം ജീനുകളാണ്. ഓക്കെ, ഒരു ലാക്ടോസ് മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഒരു കൂട്ടം ജീനുകൾ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ലാക്കോപ്പറോൺ. അപ്പോൾ ലാക്കോപ്പറോൺ മോഡൽ വാസ് എലൂസിഡേറ്റഡ്, കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്? ഓപ്ഷൻ ജേക്കബ് ആൻഡ് ക്രിക്ക്, വാട്സൺ ആൻഡ് ക്രിക്ക്, ഫ്രാങ്കോയിസ് ജേക്കബ് ആൻഡ് ജാക്ക് മൊണോഡ്, ഹെർഷെ ആൻഡ് ചേസ്. ഓക്കെ, NCERTയിൽ ക്ലിയർ ആയിട്ട് കൊടുത്തുള്ളൊരു സാധനമാണെന്ത്? ലാക്കോപ്പറോൺ എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിച്ചതിൽ 2 സയൻറ്റിസ്റ്റുകളാണ്. ഏതൊക്കെയാണ് 2 സയൻറ്റിസ്റ്റ്? ഒരാളെ പേരാണ് ഫ്രാങ്കോയിസ് ജേക്കബ്, പിന്നെ രണ്ടാമത്തെ ആളെ പേരാണെന്ത്? ജാക്ക് മൊണോഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വരിക ഒന്നിൻ്റെ ഓപ്ഷൻ, ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഫ്രാങ്കോയിസ് ജേക്കബ് ആൻഡ് ജാക്ക് മൊണോഡാണ്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ. നോക്കിക്കോണേ. ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് ബിക്കോസ് ദേ ആർ റിച്ച് ഇൻ ബേസിക് അമിനോ ആസിഡ് റെസിഡ്യൂസ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹിസ്റ്റോൺ പ്രോട്ടീൻസ്? ഓക്കെ, അതായത് ഒരു DNA-ക്ക്, ഒരു മനുഷ്യൻ്റെ ബോഡിയിലുള്ള ഒരു സെല്ലിലുള്ള DNA-യുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2.2 മീറ്ററാണ്. ഓക്കെ, ആ DNA ആണെങ്കിൽ ഉള്ളത് ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. ആ ന്യൂക്ലിയസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻⁶ മീറ്റർ ആണ്.
ഓക്കെ, അപ്പോൾ ഈ ചെറിയ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഇത്രയും ലെങ്ത് ഉള്ള DNA എങ്ങനെ വെക്കുന്നു, എങ്ങനെ പാക്ക് ചെയ്ത് വെക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചില പോസിറ്റീവ് ആയിട്ടുള്ള പ്രോട്ടീനുകൾ ഉപയോഗിക്കും. കാരണം DNA നെഗറ്റീവാണ്. അപ്പോൾ DNA അതിമക്ക് അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള പ്രോട്ടീനുകളെ, അത്തരം പ്രോട്ടീനുകൾ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. എന്ത് പേരിട്ടിട്ടാണ് വിളിക്കുക, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ന് വിളിക്കും. ഓക്കെ, ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന അമിനോ ആസിഡും എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. ഏതൊക്കെയാണ് അമിനോ ആസിഡ് ഉപയോഗിക്കുക? ഓക്കെ, അവിടെ ഉപയോഗിക്കുന്ന പോസിറ്റീവ് അമിനോ ആസിഡുകളാണ് മക്കളെ, ഒന്ന് ആർജിനൈൻ, ഓക്കെ, മറ്റൊന്ന് എന്താണ്, ലൈസിൻ, മറ്റൊന്നെന്താ, ലൈസിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്, സോറി അമിനോ ആസിഡുകൾ ഏതൊക്കെയാണ്, ആർജിനൈൻ ആൻഡ് ലൈസിൻ ആണ്. ഇതിൻ്റെ ഓപ്ഷൻ എന്താ വരിക, ഓപ്ഷൻ സി ആണ് വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, യൂക്കാരിയോട്ടിക് ജീൻസ് ആർ മോണോസിസ്ട്രോണിക് ബട്ട് ദേ ആർ സ്പ്ലിറ്റ് ജീൻസ് ബിക്കോസ്. ഓക്കെ, യൂക്കാരിയോട്ടിക് ജീനുകൾ, ഓക്കെ, പ്രോകാരിയോട്സ് യൂക്കാരിയോട്സ് നിങ്ങൾക്ക് അറിയണം. യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ ട്രൂ ന്യൂക്ലിയസിലുള്ള ആൾക്കാരുടെ ജീനുകൾ എന്താ, മോണോസിസ്ട്രോണിക് ആണ്. ഓക്കെ, മോണോസിസ്ട്രോണിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഒരു സ്ട്രക്ചറൽ ജീനിന് ഒരു പ്രോട്ടീനെ മാത്രം ഉണ്ടാക്കുന്ന ജീനുകൾ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, മോണോസിസ്ട്രോണിക്. ബട്ട് ദേ ആർ സ്പ്ലിറ്റ് ജീൻസ്, പക്ഷെ അവരെന്താണ്, സ്പ്ലിറ്റ് ജീൻസ് ആണ്. ഓക്കെ, എന്താണ് ഈ സ്പ്ലിറ്റ് ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ്. ഓക്കെ, ഇതതിൻ്റെ പ്രൊമോട്ടറാണ്, ഇതതിൻ്റെ ടെർമിനേറ്ററാണ്. ഓക്കെ, ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ പ്രൊമോട്ടറും ടെർമിനേറ്ററും. ഓക്കെ, അപ്പോൾ ഈ പ്രൊമോട്ടറും ടെർമിനേറ്ററും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, സ്ട്രക്ചറൽ ജീൻ. ഇത് പ്രൊമോട്ടർ, ഇത് ടെർമിനേറ്റർ. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചറൽ ജീനിൽ എന്താ പ്രശ്നം എന്നറിയോ, ഇവിടെ ഒരു കോഡിങ് സീക്വൻസ് ഉണ്ടാവും, ആവശ്യമുള്ള ആളുണ്ടാവും, ഇവിടെ കുറച്ച് ഇൻ്ററപ്റ്റിംഗ് സീക്വൻസസ് ഉണ്ടാവും, ഇവിടെ വീണ്ടും അടുത്ത ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും, ഇവിടെ കുറച്ച് അനാവശ്യമായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, എക്സോൺസ്. ആവശ്യമില്ലാത്ത ആളുകൾ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഇൻട്രോൺസ്. ഓക്കെ, അപ്പോൾ എക്സോൺ ഇൻട്രോൺ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീനിൽ നമുക്ക് ശരിക്കും എക്സോണുകൾ മാത്രം മതി, പക്ഷേ അതിൻ്റെ ഇടയിൽ തടസ്സങ്ങളായിട്ട് ആര് വരുന്നുണ്ട്, ഇൻട്രോൺസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ജീനിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെൻറ്റ് എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക, സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെൻറ്റ് എന്ന പേരിട്ടിട്ട് വിളിക്കും. അപ്പോൾ ഈ സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെൻറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് യൂക്കാരിയോട്ടിക് ജീൻസ് ആർ മോണോസിസ്ട്രോണിക് ബട്ട് ദേ ആർ സ്പ്ലിറ്റ് ജീൻസ് ബിക്കോസ്. ഓക്കെ, എന്തുകൊണ്ടാണ് അവരെ സ്പ്ലിറ്റ് ജീൻ എന്ന് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ, ഇൻട്രോൺസ് ആർ ഇന്ററപ്റ്റഡ് വിത്ത് മ്യൂട്ടോൺസ്, ദേ കണ്ടെയ്ൻ എക്സോൺസ് ഓൺലി. ഓപ്ഷൻ സി, ദേ കണ്ടെയ്ൻ ഇൻട്രോൺസ് ഓൺലി. ഓപ്ഷൻ ഡി, എക്സോൺസ് ആർ ഇന്ററപ്റ്റഡ് ബൈ ഇൻട്രോൺസ്. ഓക്കെ, സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെന്റ് എന്ന് വിളിക്കാനുള്ള റീസൺ എന്താ, എക്സോണുകളെ ഇന്ററപ്റ്റ് ചെയ്തിട്ട്, ഇന്ററപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക, എക്സോണുകളെ ഇന്ററപ്റ്റ് ചെയ്തിട്ട് ആരുണ്ട്, ഇൻട്രോൺസ് ഉണ്ട്. ഓക്കെ, എക്സോൺസ് ആർ ഇന്ററപ്റ്റഡ് ബൈ ഇൻട്രോൺസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, എക്സോൺസ് ആർ ഇന്ററപ്റ്റഡ് ബൈ ഇൻട്രോൺസ് എന്ന ഓപ്ഷൻ ആണ് വരിക. അടുത്തത്, ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ the DNA strand with 3' to 5' polarity of the structural gene always act as a template. ഓക്കെ, അതായത് ട്രാൻസ്ക്രിപ്ഷൻ്റെ സമയത്ത് നിങ്ങൾ നോക്കൂ, ഒരു DNA സ്ട്രാൻഡ് ഇങ്ങനെ നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇതൊരു ഡബിൾ സ്ട്രാൻഡ് DNA, ഇത് 3' to 5'ഉം ഇത് 5' to 3'ഉം. ഓക്കെ, അപ്പോൾ ഈ 3' to 5' ഉള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. 5' to 3' ഉള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണെന്ത്, കോഡിംഗ് സ്ട്രാൻഡ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 3' to 5' പൊളാരിറ്റി ഉള്ള ആൾക്കാർ മാത്രമേ എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ, സ്ട്രക്ചറൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. അതിൻ്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്, അതായത് ഒരു പുതുതായിട്ട് ഉണ്ടാവുന്ന mRNA എപ്പോഴും 5' to 3' ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഈ DNA ആണെങ്കിൽ mRNAക്ക് എന്തായിരിക്കണം, കോംപ്ലിമെൻ്ററി ആയിരിക്കണം. അപ്പോൾ ഈ പുതുതായിട്ട് ഉണ്ടാവുന്ന mRNA എപ്പോഴും 5' to 3' ഡയറക്ഷനിലാവാനുള്ള റീസൺ എന്താണെന്നൊരു, ആ എൻസൈം ഉണ്ടല്ലോ, ട്രാൻസ്ക്രിപ്ഷൻ നടത്തി കൊടുക്കുന്ന എൻസൈം, ട്രാൻസ്ക്രിപ്ഷൻ നടത്തി കൊടുക്കുന്ന എൻസൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ്. ആ എൻസൈമിൻ്റെ പേരെന്താ, DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ് എന്ന പേരിട്ടിട്ടാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ആ എൻസൈം എപ്പോഴും 5' to 3' ഡയറക്ഷനിൽ മാത്രമേ പുതിയ സ്ട്രാൻഡുകൾ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ 3' to 5' ഉള്ളത് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ നോക്കൂ, ന്യൂക്ലിയോടൈഡ്സ് ഓഫ് DNA സ്ട്രാൻഡ് വിത്ത് 5' to 3' ആർ ട്രാൻസ്ഫേർഡ് ടു mRNA. എൻസൈം DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ് ഓൾവേസ് കാറ്റലൈസ് ദ പോളിമറേസ് ഇൻ 5' to 3' ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളത് ഓപ്ഷൻ സിയിൽ പറയുന്നത് 3' to 5' ഡയറക്ഷൻ, ഓപ്ഷൻ ഡിയിൽ 2 ഡയറക്ഷനിലും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് 3' to 5' മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതിൻ്റെ റീസൺ ആണെന്ത്, പുതുതായിട്ട് ഉണ്ടാക്കുന്ന mRNA എപ്പോഴും 5' to 3' ഡയറക്ഷനിലായിരിക്കണം. mRNA ആണെങ്കിൽ DNAക്ക് കോംപ്ലിമെൻ്ററിയും ആയിരിക്കണം. കാരണം അതിൻ്റെ റീസൺ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് എപ്പോഴും പുതിയ സ്ട്രാൻഡ് ഉണ്ടാക്കുക 5' to 3' ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ ബി ആണ്.
ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ നമ്മുടെ ജെനറ്റിക്സ് 2 അഥവാ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് ചോദിച്ചിട്ടുള്ളത്. ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അതേപോലെ തന്നെ സുവോളജിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയയും കൂടിയാണെന്ത് ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ, DNA RNA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. നഴ്സിങ്ങിനൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ഒക്കെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണെന്ത് ഈ പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഒരു വർഷവും ചോദിക്കാൻ സാധ്യതയുള്ളത്.